ഹലോ ഗൈസ്, ലേൺ ദ ബേസിക്സ് എന്ന സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് റാം, വാട്ട് ഈസ് റാം, ആൻഡ് ഇത് മറ്റ് സ്റ്റോറേജുകളിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിരിക്കുന്നത്, റാം എന്തുകൊണ്ട് വ്യത്യസ്തമാണ്. സോ ഒരു കമ്പ്യൂട്ടറിന് കുറേ ഈ ഡേറ്റ ഒത്തിരി അധികം വരുന്നുള്ളതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്യാനുള്ളൊരു സാധനം. നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട്, നമുക്ക് കുറേ ഫോട്ടോസ് ഉണ്ട്, കുറേ ആപ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം കുറേ നമുക്ക് സ്റ്റോറേജ്, കുറേ ഡേറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. അതിനാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, HDD, STD അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ളത്. സോ ഈ HDD, STD അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഫയൽസിനെ സെക്യൂർ ആയിട്ട് കുറേ കാലത്തേക്ക് വെക്കും. കുറേ കാലത്തേക്ക് ലോങ് ടേം റമ്മിൽ വെച്ചുകൊണ്ടിരിക്കും. സോ നമുക്ക് STD, HDD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സെക്ഷനിൽ നമുക്ക് എടുക്കാം. സോ ഇന്നത്തെ ചോദ്യമായ റാൻഡം ആക്സസ് മെമ്മറി. അൺലൈക്ക് ബാക്കി സ്റ്റോറേജ്, ഈ മറ്റ് സ്റ്റോറേജുകളെ അപേക്ഷിച്ച് നമ്മുടെ റാം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇത് ഇച്ചിരി കമ്പയർ ടു മറ്റ് എന്താ പറയുക, ഹാർഡ് ഡ്രൈവിനെ STD വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ലെസ് സ്റ്റോറേജ് ഉള്ളൂ. പക്ഷേ ഇത് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും, പറക്കും. ഇത് നമ്മുടെ സാധനം പറക്കാം. സോ നമ്മൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മളിപ്പോൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ നെസസറി ഡേറ്റ, ഫയൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ റാമിലേക്ക് ആദ്യമേ സ്റ്റോർ ആയി വരും. സോ ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഫാസ്റ്റർ ആൻഡ് മച്ച് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഡേറ്റ ഫുള്ള് എടുക്കാൻ പറ്റും. സോ അതാണ് നമുക്കിപ്പം 16 GB റാം ഉള്ള ഒരു ഡിവൈസിൽ നമുക്ക് പെട്ടെന്ന് മറ്റേ പബ്ജിയും മറ്റേ ഹൈ എൻഡ് ഫോൺ ഗെയിംസും എല്ലാം നമുക്ക് സ്പീഡിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് കുറേ ടാബ്സ് ഓപ്പൺ ആയിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ ഫയൽസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ. പക്ഷേ ഈ റാമിനൊരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഒരു ടെമ്പററി മെമ്മറിയാണ്. ഇത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഇതിൻ്റെ ഫയൽസ് സേവ് ചെയ്ത സാധനമെല്ലാം പോകും. സോ അതിനാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഒരു സെക്കൻഡറി STDയും HDDയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത്. സോ സമപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റാം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനെ മച്ച് ഫാസ്റ്റർ ആക്കുന്നു. നമ്മുടെ ഡേറ്റയൊക്കെ നമുക്ക് ഈസിലി ആയിട്ട് ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഇതെല്ലാത്തിനാണ് നമുക്ക് റാം. പക്ഷേ ഈ സ്റ്റോറേജ് നമുക്ക് നമ്മുടെ ഫയൽസിനെ സേവ് ചെയ്യാൻ കുറേ വർഷങ്ങളോളം നമ്മുടെ ഡേറ്റ എല്ലാം നശിച്ചു പോകാണ്ട്, ഡേറ്റ ലീക്കായി പോകാണ്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ്. സോ നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി, റാമും വേണം, ഈ സ്റ്റോറേജും വേണം, ഒരു മച്ച് സ്മൂത്തനിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് വേണ്ടിയിട്ട്. സോ അതാണ് ഗൈസ് നമ്മുടെ പാർട്ട് 1 ഓഫ് ദ വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മൾ ഇതിനെപ്പോലെ ബേസിക് ടെക്കുകളുള്ള കുറേ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ചാനലിൽ പുറകെ വരുന്നുണ്ട്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.